ഒരു മലയാള സിനിമയാണ് അവിടെ ലണ്ടൻ മെട്രോ ബ്ലോക്ക് ചെയ്തേക്കുന്നത്. അത് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സീക്വൻസ് തന്നെയാണ് വരുന്നത്. അതില് നമുക്ക് ട്രെയിനകത്തും സ്റ്റേഷനിലായിട്ട് സീക്വൻസ് ഉണ്ട്. ബാക്കിയെല്ലാം നീ പോയി കാണടാ. ഒരു സിനിമയ്ക്ക് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എത്ര സ്റ്റില്ല് കയറും? നോർമൽ മൂവിക്ക് 2 ഹാർഡ് ഡിസ്ക് നമുക്ക് എമ്പുരാൻ എത്ര വേണ്ടി വന്നിട്ടുണ്ട്? അത് ഓരോ ലൊക്കേഷനും ഓരോ ഹാർഡ് ഡിസ്ക് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത്. ഒരു 8 ഹാർഡ് ഡിസ്കിന്റെ മുകളിൽ 10 ഹാർഡ് ഡിസ്കുകളും ഇപ്പം ഉണ്ട്. 10 ഹാർഡ് ഡിസ്കുകളും ഉണ്ട്. ഒരു ജംഗിൾ ഫൈറ്റ് ഇല്ലേ, എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ പറഞ്ഞ അത് ഞാൻ 27-ാം തീയതി പോയി കണ്ടാൽ പോലെ. ഇതിന് ബ്ലാസ്റ്റിനെയൊക്കെ ഭയങ്കര പ്രത്യേകതകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണ്? പുള്ളിക്ക് CGയോട് വലിയ താല്പര്യം ഇല്ല. റിയലായിട്ട് തന്നെയാണ് എല്ലാ പരിപാടികളും ചെയ്തിരുന്നത്. ബ്ലാസ്റ്റ് ആയാലും വണ്ടികൾ പൊട്ടിക്കലായാലും എല്ലാ പരിപാടിയും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴാ നമ്മളൊരു 27-ാം തീയതി എമ്പുരാൻ റിലീസിന് വേണ്ടി നാട് മൊത്തം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരും അതിഥി ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ഇതിൻ്റെ ഏറ്റവും ഈ എമ്പുരാൻ നമ്മൾ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ വിഷ്വലെല്ലാം ഏറ്റവും അടുത്ത് നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ് എമ്പുരാൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, നമ്മുടെ സ്വന്തം സിനിറ്റേട്ടൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു അവർ ഷോ. എന്താണ് എമ്പുരാന്റെ വിശേഷങ്ങൾ? ഇപ്പൊ എന്താണ് എക്സൈറ്റ്മെന്റിലാണോ? ഇപ്പോ എക്സൈറ്റ്മെന്റ് ആണ്. മൊത്തം എമ്പുരാൻ വിശേഷങ്ങളാണല്ലോ. എല്ലാവരും സംസാരം അത് തന്നെയാണ്. ശരിക്കും ഒരു ദിവസം ഒരു 80% ഇതിനെ കുറിച്ചായിരിക്കും അല്ലേ? എവിടെ ചെന്നാലും ഡിസ്കഷൻ നടക്കും. എല്ലാവരും ഫ്രണ്ട്സ് ആയാലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആയാലും എന്തെങ്കിലും ആൾക്കാരുടെ ചോദ്യം മൊത്തം എമ്പുരാനെ പറ്റിയിട്ടാണ്. ഈ ടിക്കറ്റ് ഒക്കെ ചോദിച്ചു വിളിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ ഒരുപാട് വിളികൾ വന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ എമ്പുരാന്റെ ടെക്നീഷ്യന്മാർ എല്ലാവരും പറയുന്ന കാര്യമാണ് ടിക്കറ്റ് കിട്ടാനില്ല. ഫസ്റ്റ് ഷോ എവിടെയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എറണാകുളത്ത് ഞങ്ങൾ എല്ലാവരും കൂടി കാണാനുള്ള പ്ലാൻ ഉണ്ട്. ആയിരിക്കും മിക്കവാറും. ഇല്ലെങ്കിൽ തൃശ്ശൂര് രാഗത്തിൽ കാണുന്നുള്ള രാഗത്തിൽ രാഗത്തില് അന്ന് വെളുപ്പിന് 5 മണി തൊട്ട് ആൾക്കാരുടെ ബഹളം വരുന്നു പറഞ്ഞത്. ഞാൻ തൃശ്ശൂരായ കാരണം രാഗം ഇപ്പൊ പിന്നെ പുതിയ തിയേറ്റർ ആക്കിയതിനു ശേഷം ഇതുവരെ രാഗത്തിൽ പോയിട്ടില്ല. അപ്പൊ ഈ സിനിമ കാണാന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട്. അതെ, രാഗത്തിന് അതിന്റെ ഫസ്റ്റ് പടം കൊച്ചുണ്ണിയായിരുന്നു. അതിന്റെ പണി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കൊച്ചുണ്ണി ഞാൻ വർക്ക് ചെയ്താണ്. പക്ഷെ അന്ന് അവിടെ കാണാൻ പറ്റിയില്ല. ലൂസിഫറിലും ചേട്ടനല്ലേ വർക്ക് ചെയ്യുന്നത്? ലൂസിഫറും അതിന് ബ്രോഡാഡി ചെയ്തിരുന്നു. ബ്രോഡാഡിയാണ്. എങ്ങനെയാണ് രാജുവേട്ടനായിട്ട് ഇത്ര ഒരു കണക്ഷൻ വന്നത്? എങ്ങനെയാണ്? ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്ത പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത ഫസ്റ്റ് പടമാണ് അർജുൻ സാക്ഷി എന്ന് പറഞ്ഞ പടം. അർജുൻ സാക്ഷിക്ക് പിന്നെ അത്ര അടുപ്പുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ ഇതൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം രാജുവിന്റെ പടം ചെയ്തത് അയാളും ഞാനും തമ്മിലാണ്. അതിലാണ് കുറച്ച് ഇന്റിമസി വന്നത്. അതിനുശേഷം പിന്നെ ലണ്ടൻ ബ്രിഡ്ജ് ചെയ്തു. പിന്നെ പുള്ളി പലയിടത്തും തന്നെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ലൂസിഫറിലേക്ക് എത്തി. ശരിക്കും ഇപ്പൊ ഒരു പടം കഴിഞ്ഞ് രണ്ടാമത്തെ പടത്തിലാണ് കുറച്ച് അടുത്തത്. ശരിക്കും നമ്മള് ഒരു ആൾക്കാരായിട്ട് ഇപ്പൊ എന്നും കാണുന്നവർ തമ്മിൽ ഒരു അടുപ്പം ഓട്ടോമാറ്റിക്കലി എല്ലായിടത്തും വരുന്നതാണ്. ഉണ്ടാവും. പക്ഷെ ഇത് എന്താന്ന് വെച്ചാൽ പുള്ളി ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള ഒരു ഇതാണ്. നമ്മളിപ്പോ നമുക്കധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ കാണിക്കുന്ന ഫോട്ടോസ് കാണിക്കുന്നു. അങ്ങനത്തെ ഒരു ഇതിലാണ്. കൂടുതലൊരു അടുപ്പായിട്ട് അങ്ങനെ ഞാൻ നിൽക്കാറില്ല. പുള്ളിയും പിന്നെ ഈ ഓരോരുത്തർക്ക് ഫോട്ടോ എടുക്കല് ഒരു ചിലർക്ക് ഭയങ്കര ക്രൈസാണ്. വെറുതെ ഇരിക്കുമ്പോൾ പറയുക എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് തന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. രാജുവേട്ടൻ ആ ഒരു ഇതിൽ പെട്ടതാണോ? ഇഷ്ടമാണോ ഫോട്ടോസ്? പുള്ളി അങ്ങനെ ഇല്ല. പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലൈവായിട്ട് തന്നെ ഫോട്ടോസ് എടുക്കുന്നതാണ് കൂടുതൽ താല്പര്യം. നമ്മൾ ചെയ്ത പുള്ളി ഡയറക്റ്റ് ചെയ്ത 3 സിനിമയ്ക്കും അത് തന്നെയായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ ഇത്. അതായത് ഇൻസ്ട്രക്ഷൻ അതാണ്. ഫോട്ടോഷൂട്ടോ പരിപാടികൾ ഉണ്ടാവില്ല. ലൈവായിട്ട് എനിക്കെല്ലാം വൃത്തിയായിട്ട് വേണം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വർക്കിംഗ് സ്റ്റിൽസ് അത് കാണാൻ ചോദിക്കാറുണ്ട്. അത് ചോദിക്കില്ല. നമ്മൾ കാണിച്ചു കൊടുക്കും. 2 ദിവസം ഒക്കെ കൂടുമ്പോൾ നമ്മൾ ഫോട്ടോസ് എടുത്ത് കാണിച്ചു കൊടുക്കും. ഇപ്പൊ നമുക്ക് ഇപ്പൊ എമ്പുരാനിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും എമ്പുരാന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്ന ഒരാളല്ലേ ലൊക്കേഷനിൽ മൊത്തം? അപ്പൊ ഈ യാത്രകളിലെല്ലാം കൂടെ ഉണ്ടായിരുന്നു. വിദേശത്ത് പോയപ്പോഴും എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നമ്മളൊരു ടീമാണ് മൊത്തം. അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൂസിഫർ മുതൽ വർക്ക് ചെയ്തിട്ടുള്ള മൊത്തം ഒരു ടീമാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. എല്ലാവരും പരസ്പരം അറിയുന്ന ആൾക്കാരാണ്. എല്ലാവരും അതിലാദ്യം ഇപ്പം ഈ ഷൂട്ടിങ് ഈ സിനിമ എന്ന് മാത്രമല്ല പല സിനിമകളിലും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമാണ്.
പരസ്പരം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല പുള്ളിയുടെ വക എല്ലാ നിർദ്ദേശങ്ങളും കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമാണ് പല കാര്യം. അത് വ്യക്തമായിട്ട് പ്ലാൻ പുള്ളി പ്ലാനഡ് ആണ്. പുള്ളിക്ക് എല്ലാത്തിനെ കുറിച്ച് നല്ല ധാരണയാണ്. ആ ധാരണ നമ്മളോട് എല്ലാവരോടും വ്യക്തമായിട്ട് പറഞ്ഞു തരും. നമുക്ക് വർക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. ആക്ടിങ് സൈഡ് ആണെങ്കിലും എല്ലാവരോടും കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ പുള്ളിക്ക് എല്ലാം പുള്ളിയുടെ ജഡ്ജ്മെന്റിൽ എല്ലാം ഉണ്ട്. രണ്ടാമത് ചോദിക്കേണ്ടി വരില്ല. പുള്ളിക്ക് എന്താ വേണ്ടെന്നുള്ള പുള്ളി കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഇന്ന പോലെയാണോ വേണ്ടത് എന്നുള്ളത്. അപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഈസിയാണ്. ഓക്കെ, ഇപ്പൊ എത്രത്തോളം പടങ്ങൾ സെന്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ടോട്ടല്? ഞാനൊരു 65ഓളം സിനിമകൾ ഇൻഡിപെൻഡന്റ് ചെയ്തിട്ടുണ്ട്. ഈ 65ഓളം സിനിമകളും ഇപ്പൊ എമ്പുരാനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളുണ്ടോ? എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്താണ് വ്യത്യാസം? പല സിനിമകളും ഇപ്പൊ സ്റ്റോറി വൈസ് വ്യത്യാസങ്ങളുണ്ട്, പലതും ജോണറുകൾ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിപ്പോ നമ്മൾ ചെയ്തേക്കണ ഒരു ഏറ്റവും വലിയൊരു സിനിമയാണ്. ഏറ്റവും വലിയ സിനിമ തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത സിനിമകൾ വലുതെന്ന് പറഞ്ഞാൽ ലൂസിഫർ ആയിരുന്നു, കായംകുളം കൊച്ചുണ്ണി ആയിരുന്നു. അപ്പൊ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇതിന്റെ ഇപ്പൊ യാത്രകൾ ഒരുപാട് ചെയ്തതാണ്. ഇതിൽ മറക്കാൻ പറ്റാത്തൊരു യാത്ര എങ്ങോട്ടായിരുന്നു? മറക്കാൻ പറ്റാത്ത യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എൻജോയ് ചെയ്തിട്ടുള്ള തന്നെയാണ്. അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇപ്പൊ രാവിലെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഭയങ്കര ബിസി ആയിരിക്കും. പിന്നെ പുള്ളി വന്ന് ഷോട്ട് തലേ സമയം പറഞ്ഞിട്ടുണ്ടാവും. പിറ്റേ ദിവസം വന്ന് രാവിലെ ആ ഷോട്ടിന് എല്ലാം റെഡി ആയിട്ടുണ്ടാവും. വന്നു കഴിഞ്ഞാൽ ഷോട്ട് എടുത്ത് ഇങ്ങനെ പോവാ. പിന്നെ നമുക്ക് ടൈമില്ല. പ്രത്യേകിച്ച് വിദേശത്തുള്ള ഷൂട്ടുകളിലെല്ലാം നമുക്ക് സമയമില്ല. മാക്സിമം ഡേയ്സിനുള്ളിൽ തീർക്കാന്നുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഇതില് യൂസ് ചെയ്തേക്കുന്നത് ഇപ്പൊ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയപ്പോ കുറെ ആൾക്കാർ പറഞ്ഞത് AI പിക്കാണ്, ഇതില് ഹെലികോപ്റ്റർ വെട്ടിവെച്ചതാണ്. അങ്ങനെ പിന്നെ ട്രെയിലർ ഇറങ്ങിയപ്പോ അതൊക്കെ മാറി. പക്ഷെ അന്ന് ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയാ കുറച്ച് വിഷമം തോന്നിയായിരുന്നു സത്യം പറഞ്ഞു. കാരണം അത് ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു നമുക്ക് അതിന്റെ ഒരു പോസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിങ്ങനെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ആനന്ദിന് ആ ഇമേജ് കൊടുത്തു. ആനന്ദ് അത് മറ്റേ വർക്ക് ചെയ്തെല്ലാം ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങളത് വിട്ട് കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞത് കോമ്പോസിറ്റ് ചെയ്തതാണ്, അത് മറ്റേ അവിടെ നിർത്താണ് ഇവിടെ നിർത്താണ് എന്നുള്ള രീതിയിലൊക്കെ പല സിനിമകളും വെച്ചൊക്കെ കമ്പയർ ചെയ്തു. അതിൽ വെട്ടിവെച്ചതല്ലേ എന്നൊക്കെ. അപ്പൊ ആനന്ദിനും ഭയങ്കര സങ്കടമായിരുന്നു അത്. അപ്പൊ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, എന്തായാലും സിനിമ വരുമ്പോ എന്തായാലും പറയും. പക്ഷെ ട്രെയിലർ ഷോട്ട് വന്നപ്പോ എല്ലാവർക്കും സന്തോഷമായി. ശരിക്കും എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് അതിന് കുറച്ച് ചർച്ചകൾ വരുന്നുണ്ട്. അതെ അതെ, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ ഔട്ട് പുറത്തു വിടുന്നു. അതെ അതെ, ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അത് റിയലാണോ എന്നുള്ള ഒരു സാധനത്തില്. അത് പിന്നെ ഈ ട്രെയിലറിലെ ഷോട്ട് കണ്ടപ്പോ കുറെ പേർക്ക് അത് ഇതായി. ശരി, ആ ഹെലികോപ്റ്ററൊക്കെ അത് അത്യാവശ്യം അവിടെ ഇത് ചെയ്യുമ്പോൾ അവിടുത്തെ പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അതിന്റെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, ശരിക്കും ഒരു ഹെലികോപ്റ്റർ നിങ്ങളുടെ പരിപാടി ബ്ലാസ്റ്റ് ഇതൊക്കെ ഏറ്റവും അടുത്ത് ഈ ഒരു മൂവിയിലാണോ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ അടുത്ത് ചെയ്തേക്കണേൽ ഇത് തന്നെയാണ്. ഇതുപോലെ ബ്ലാസ്റ്റും പരിപാടികളായിട്ടുള്ള സിനിമ ഇത് തന്നെയാണ് ഇപ്പൊ അടുത്ത് വർക്ക് ചെയ്തത്. ഇതിന്റെ ബ്ലാസ്റ്റിനെയൊക്കെ ഭയങ്കര പ്രത്യേകതകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണ് ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് CGയോട് വലിയ താല്പര്യം ഇല്ല. അതായത് എല്ലാം റിയലായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ റിയലായിട്ട് തന്നെയാണ് എല്ലാ പരിപാടികളും ചെയ്തിരുന്നത്. ബ്ലാസ്റ്റ് ആയാലും വണ്ടികൾ പൊട്ടിക്കലായാലും എല്ലാ പരിപാടിയും റിയൽ തന്നെയാണ്. ഒന്നും CGയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള പരിപാടിയല്ല. നമുക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ടോ ഇങ്ങനത്തെ ബ്ലാസ്റ്റ് ഒക്കെ? അതിന് നമുക്ക് അതിനൊരു ഇപ്പൊ അതിന്റെ മാസ്റ്റർമാരും ആൾക്കാരുണ്ടാവും. അപ്പൊ ഇന്ന ഡിസ്റ്റൻസിൽ നിൽക്കണം എന്നൊക്കെ ഉള്ളൊരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ടാണ് ക്യാമറകളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. നമുക്ക് ആ കറക്റ്റ് ആ സർക്കിളിൽ ജഡ്ജ്മെന്റ് അവർ പറയും. ആ ജഡ്ജ്മെന്റിലാണ് എന്നാലും ഒരു വിശ്വാസം തന്നെയാണ്. വിശ്വാസം എക്സ്പോഷറിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കൂടുതൽ പോവാം, ചിലപ്പോൾ അവരുദ്ദേശിക്കുന്നതിലും ചിലപ്പോൾ ഒരു 10 അടിക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരാം. ബിഗ് ബിയുടെ സമയത്ത് ജസ്റ്റ് ഒരു ഇത് വന്ന ഡോറ് ഇങ്ങനെ കവർ ചെയ്ത് പോയ പോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നമ്മുടെ അവരുടെ നമ്മളെല്ലാ പരിപാടിയും നടന്നിട്ടുണ്ട്. ഇത് എത്ര ദിവസം ഉണ്ടായിരുന്നു ഈ ബ്ലാസ്റ്റും ഇതുപോലത്തെ ഹെലികോപ്റ്ററിങ്ങുള്ള ഇതൊക്കെ വെച്ചിട്ടുള്ള ഷൂട്ട്? ഹെലികോപ്റ്ററിന്റെ സീക്വൻസ് പല സീക്വൻസുകളായിട്ടുണ്ട്. ആ ഒരു ഇപ്പൊ നിങ്ങൾ കണ്ട ഒരു സാധനം ഒരു 10-12 ദിവസത്തോളം ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിൽ ആർക്കെങ്കിലും ഇതിൽ ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു ഇതുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ? പേടി എങ്ങനെ ആർക്കെങ്കിലും? പേടിയല്ല, എല്ലാവരും എക്സൈറ്റ്മെന്റിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പരിപാടി അതായത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എല്ലാവർക്കും. പേടിയൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് മറ്റേ എൻജോയ് ചെയ്തിട്ട്. ശരിക്കും ലൂസിഫറിലുള്ള ആ ക്രൂ കംപ്ലീറ്റ് ഇതിലും
വർക്ക് ചെയ്തിട്ടുണ്ട് 80-90% 90% പേര് ഇതിലുണ്ട്. ഒരു യൂണിയൻ പോലെ തന്നെ വീണ്ടും എല്ലാരും കൂടി അല്ലേ? അത് ലൂസിഫർ കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു L2 നടക്കുകയാണെങ്കിൽ സെയിം ടെക്നീഷ്യന്മാർ തന്നെയായിരിക്കും. ആനന്ദേട്ടനും പറഞ്ഞു അത് എന്തായാലും അത് ഉറപ്പാണ്. ഇനിയിപ്പോ 3 ഉണ്ടെങ്കിലും നമ്മളെ തന്നെ ആയിരിക്കണം. ഓക്കെ, ശരിക്കും ഒരു ഡൗട്ടാണ്, ഒരു സിനിമയ്ക്ക് എത്രത്തോളം സ്റ്റില്ല് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എത്ര സ്റ്റില്ല് കയറും? അത് ഡിപ്പെൻഡിങ് സിനിമകളും ഡേയ്സും അതുപോലെ തന്നെ സീക്വൻസുകളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. ഒരു നോർമൽ സിനിമയ്ക്ക് എത്രത്തോളം സ്റ്റില്ല്? നോർമൽ സിനിമയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു 40-45 ഡേയ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണെങ്കിൽ ഒരു 2 ഹാർഡ് ഡിസ്ക് ഒക്കെ ഉണ്ടാവും. ഏകദേശം ഒരു എത്ര, ഒരു ലക്ഷം വരുമോ അല്ലെങ്കിൽ 1000? അത് പെർ ഡേ അത് പറഞ്ഞാൽ നമ്മൾ ഷൂട്ടിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സോങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാസ് സീൻ ആയിരിക്കും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇത് കൂടുതലാവും, എണ്ണം കൂടും നമ്മൾ എടുക്കണതിന്റെ. എന്നാലും മാക്സിമം ഒരു 1-2 ഹാർഡ് ഡിസ്ക് നോർമൽ മൂവിക്ക് 2 ഹാർഡ് ഡിസ്ക് എന്തായാലും. നമുക്ക് എമ്പുരാൻ എത്ര വേണ്ടി വന്നിട്ട്? എമ്പുരാൻ കുറച്ച് കൂടുതലാണ്, ഏകദേശം ഒരു 5. അത് ഓരോ ലൊക്കേഷനും ഓരോ ഹാർഡ് ഡിസ്ക് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓരോ ലൊക്കേഷനിലും ഓരോ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 10 ദിവസം 15 ദിവസം ഷൂട്ടുള്ള ലൊക്കേഷനുകളാണ്. ഒരു 8 ഹാർഡ് ഡിസ്കിന്റെ മുകളിൽ 10 ഹാർഡ് ഡിസ്കുകളും ഇപ്പൊ ഉണ്ട്. 10 ഹാർഡ് ഡിസ്കുകളും ഉണ്ട്. അപ്പൊ ലക്ഷക്കണക്കിന് ഇമേജാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്ന് സോർട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി, ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഇതിന്ന് നമ്മളിപ്പോ ഡെയിലി കാണിക്കാൻ വേണ്ടി സോർട്ടിങ് നമ്മൾ ചെയ്ത കുറച്ച് ഫോട്ടോസ് കാണിക്കും. അതല്ലാതെ പിന്നെ നമ്മൾ ഈ ഹാർഡ് ഡിസ്ക് ഡിസൈനർക്ക് കൊടുത്തിട്ട് അവന് എങ്ങനെ പോസ്റ്റർ ചെയ്യാന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ട് അവന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പ്രോസസ്സിലേക്ക് എത്തുന്നത്. അതൊരു വൺ ടാസ്ക് ആണല്ലോ, ഇത്രയും ലക്ഷക്കണക്കിന് ഇമേജ്. അത് പിന്നെ നമുക്ക് മെയിൻ സീക്വൻസുകളിലെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് പറയും, ഇന്നമാതിരി ഇന്ന പോലത്തെ സ്റ്റിലുകൾ ഉണ്ടാവും. ഇതിൽ ഇപ്പോൾ ഈ മൂവിയിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് നമുക്കിതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ ഏതായിരുന്നു കണ്ടതിൽ? എല്ലാം ഇൻട്രസ്റ്റിംഗ്, A to Z എല്ലാം ഇൻട്രസ്റ്റിംഗ് പോർഷൻ. ഓരോ സീനും അത് നിങ്ങൾക്ക് ഇനിയിപ്പോ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ കാണാം. ഒരിക്കലും കഥയുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇനിയിപ്പോ അറിയാണ്ട് പറഞ്ഞു പോയാൽ തന്നെ ഞങ്ങൾ ഇടില്ല കേട്ടോ. അതല്ല, അത് പറഞ്ഞ 2 ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റും. ഓരോ സീനും നമുക്ക് അത് കാണാം. ഉണ്ട്, അതിലുണ്ട്. എന്തായാലും ഇപ്പൊ എല്ലാരും പറഞ്ഞു, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പലരോടും വർക്ക് ചെയ്യുമ്പോൾ സംസാരിച്ച് അതൊരു ഐറ്റം തന്നെയാണ്, നിങ്ങൾ കാണണം. ഞാനും എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് ആണ്. നമുക്കും എങ്ങനെയെങ്കിലും 27-ാം തീയതി ഷോ കാണാം എന്നുള്ള ഒരു ഇതിൽ. എന്റെ ഔട്ട് എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഫുൾ ഔട്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ അതിന് നമുക്ക് ഫുൾ കഴിഞ്ഞിട്ട് തന്നെ കാണുന്നത് നല്ലത്. കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മള് മറ്റേ മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കാണുമ്പോൾ തന്നെയാണ് അതിന് നമുക്കൊരു ശരിക്കും ലൂസിഫറിനെക്കാട്ടും എക്സ്ട്രാ ഹാർഡ് വർക്ക് ഇതിൽ എല്ലാവരും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടനാണെങ്കിലും ഇതിൽ ഒരുപാട് ഭയങ്കരമായിട്ടും ചെയ്യുന്നു. എങ്ങനെയുണ്ടായിരുന്നു പുള്ളിയുടെ വർക്കിംഗ് എക്സ്പീരിയൻസ്? പുള്ളീനെ നമുക്ക് പിന്നെ എല്ലാവർക്കും അറിയാം. അതായത് ലാൽ സാറ് നമുക്കിപ്പോൾ പുള്ളി വരുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയാണ്. നമ്മൾ പുള്ളിയുടെ ഷോർട്ടായി പുള്ളി സെറ്റിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളതാണെങ്കിലും ഇപ്പം ഇന്ന് കണ്ടു, ഇന്ന് ബാക്കപ്പായി പോയി, നാളെ വരുമ്പോഴും പുള്ളി വരുമ്പോൾ നമ്മളൊന്നിങ്ങനെ നോക്കും. ആ ഒരു പുള്ളി നടന്നു വരുമ്പോൾ ആ ഒരു എനർജിയാണ്. പിന്നെ പുള്ളി തന്നെ സെറ്റ് വന്നു കഴിഞ്ഞാൽ പുള്ളി കുറച്ചും കൂടി എനർജി കൂട്ടിത്തരും. പുള്ളി എല്ലാവരായിട്ടും കമ്പനി സംസാരിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകും. ഫൈറ്റൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഫൈറ്റ് സീനിലൊക്കെ എങ്ങനെയാണ് പുള്ളിയുടെ ഇടപെടലുകൾ? ഫൈറ്റ് സീനൊക്കെ ആണെങ്കിൽ പുള്ളി ഭയങ്കര എനർജി ആയിരിക്കും. പുള്ളി ഒരു ഷോട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗം എടുക്കാം എന്നുള്ളൊരു അടുത്തെടുക്കാൻ പുള്ളി ഭയങ്കര എനർജി ആയിട്ട് വേഗം ചെയ്യാം, അത് അടിപൊളിയാക്കണം എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ നമ്മളും കട്ടയ്ക്ക് കൂടെ നിന്ന് വേഗം ഫാസ്റ്റാക്കി പരിപാടികൾ എല്ലാവരും ചെയ്യാന്നുള്ളൊരു ഉത്സവമാണ്. ശരി, അതുപോലെ തന്നെ രാജുവേട്ടൻ ചില സാധനങ്ങൾ ഇപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, അവൻ ഒന്നും കയ്യിൽ നിന്നിടാൻ സംഭവിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ട്, അതിൽ കൂടി മാത്രമേ എല്ലാവരും വിടുള്ളൂ. ഇപ്പോൾ ആക്ട് ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും. അപ്പോൾ അങ്ങനത്തെ ഇതെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ടോ? പുള്ളിക്ക് എല്ലാത്തിനും പക്ക ക്ലാരിറ്റിയാണ്. അതായത് ഫുൾ പുള്ളി സ്ക്രിപ്റ്റ് അതുപോലെ പഠിച്ച് ഒരു സിനിമ എഡിറ്റ് ചെയ്ത് മനസ്സിലിട്ടിട്ടാണ് പുള്ളി വരുന്നത്. അപ്പോൾ ഓരോ സീൻ എടുക്കുമ്പോഴും പുള്ളിക്ക് അത് ഇത്രത്തോളം എനിക്ക് ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഇത്ര വേണ്ടു, അത് ഇത്രത്തോളം മതി, അല്ലെങ്കിൽ ഇന്ന ഷോട്ട് മതി എന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ് ചെയ്യണത്. ഒരു സ്ക്രിപ്റ്റഡ് മറ്റേ എഡിറ്റഡ് സ്ക്രിപ്റ്റാണ് പുള്ളി ഷൂട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ വേറെ സേഫ് സൈഡ് ഷോട്ട് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എടുക്കുക ആ വക പരിപാടികളൊന്നുമില്ല. അപ്പോൾ പക്ക ക്ലാരിറ്റിയിലാണ് വരുന്നത്. ആ ക്ലാരിറ്റി എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നമുക്കും ഈസിയാണ് ജോലി. ആർട്ടിസ്റ്റിനായാലും ഈസിയാണ്. ഇങ്ങനെയാണോ വേണ്ടത്, എന്നതുപോലെയാണ് എന്നാണ് പറഞ്ഞ് അവർക്കും
അവർ ചെയ്യുന്ന ജോലി ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ ഓക്കെ. ഈ ശരിക്കും ഇപ്പോൾ ലാലേട്ടനായിട്ട് ഒരുപാട് പടത്തിൽ മീൻസ് ഇപ്പോൾ ലൂസിഫർ ആണെങ്കിലും എമ്പുരാൻ ആണെങ്കിലും ഈ 2 പടം വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ദിവസങ്ങളോളം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫി രംഗത്ത് ആയതുകൊണ്ട് ഇവരായിട്ട് ഡെയിലി കാണുന്നുണ്ട്. എന്നും ഓരോ ഷോട്ടിൽ അവരുടെ ഫേസിൽ ഒരുമിച്ച് ഉണ്ടാവാറുണ്ട്. ആ ഒരു ബന്ധം എങ്ങനെയാണ് ലാലേട്ടനായിട്ട്? ലാലേട്ടനായിട്ട് നല്ല ബന്ധത്തിൽ തന്നെയാണ്. പുള്ളിക്ക് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റില്ലുകൾ കാണിച്ചു കൊടുക്കും. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പുള്ളി സിനിമ റിലീസാവണതിന് മുന്നേ പുള്ളിയുടെ ടീമോ വിളിക്കും, ഇങ്ങനെ സാറ് സ്റ്റില്ല് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അയച്ചു തരാമെന്ന് പറയും. അപ്പോൾ അയച്ചു കൊടുക്കും, പുള്ളി അത് പോസ്റ്റ് ചെയ്യും. അത് പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ അങ്ങനെ വിളിച്ച് സംസാരിക്കേണ്ട ഒരുപാട് അവസരങ്ങൾ വരുന്നില്ല. പിന്നെ എന്തെങ്കിലും വാട്സപ്പിലും മെസ്സേജോ എന്തെങ്കിലും മറ്റേ വിഷസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയക്കും. ഇപ്പോൾ ഏതൊരു മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്കും നമുക്കൊരു എനർജി, എക്സ്ട്രാ എനർജി ഒരാൾ തോർത്ത് കേട്ടിട്ട് എടാ നന്നായിട്ടുണ്ട് നീ ചെയ്തത് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ എനർജി കിട്ടും. അങ്ങനെ ഒരു അപ്രിസിയേഷൻ ലാലേട്ടൻ്റെ ഭാഗത്തൊക്കെ കിട്ടാറുണ്ടോ? അങ്ങനെ കിട്ടാറുണ്ട്. നമ്മൾ സ്കിൽസ് എല്ലാം കാണിച്ചു കൊടുക്കും, മോനെ നന്നായിട്ടുണ്ടെന്നുള്ള ഒരു ഇത്, അതാണല്ലോ നമുക്ക് ഏറ്റവും ഈ മോനെ എന്നുള്ള സാധനം അത് രജിസ്റ്റർ ആണല്ലോ അവിടെ. അതെ, എല്ലാവരോടും പുള്ളി ആ ഒരു ശൈലിയിൽ തന്നെയാണ് പുള്ളിയുടെ പെരുമാറ്റം. അത് നമുക്ക് മോനെന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ഇതാവും. പക്ഷെ നമുക്ക് അതൊരു എനർജിയാണ്. നമ്മളെ നോട്ട് ചെയ്തിട്ടുണ്ട്, നമ്മളത് വിളിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊരു. അതെ അതെ. ഇതില് ഒരു ജംഗിൾ ഫൈറ്റ് ഇല്ലേ, ഒരു കാടിനകത്തൊരു ഫൈറ്റ് നടക്കുന്നതായിട്ട് കണ്ടു. അത് നേരിട്ട് കണ്ട ഒരാളെന്നുള്ള നിലയിൽ എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അതാ ഞാൻ പറഞ്ഞ, അത് ഞാൻ 27-ാം തീയതി പോയി കണ്ടാൽ പോരെ. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാ സൈഡും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഐറ്റം തന്നെയാണ്. നമ്മൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെ അടുത്തുനിന്ന് കേൾക്കുമ്പോഴും ഇത് ആരും സിനിമയുടെ ഒരു ഹൈപ്പല്ല കൊടുക്കുന്നത്, അവരുടെ വർക്കിംഗ് എക്സ്പീരിയൻസാണ് പറയുന്നത്. ഭയങ്കര, അതായത് ഞാൻ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഇത്രയും വർക്ക് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഒരു വലിയ പടം ഇതുപോലെയാണ് അഭിനയിച്ചവരും ഇപ്പോൾ പോസ്റ്റർ ഡിസൈൻ ചെയ്തവരും ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്ത് ഓരോരുത്തരും പറയുന്നത്. അപ്പം നമ്മൾ ഒരു ആസ് എ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതൊരു വലിയ ഐറ്റമാണ് അപ്പോൾ വരാതിരിക്കുന്നത്. നമുക്കും ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും. കാരണം ഇപ്പോൾ നമ്മളെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ എന്നുള്ള ഇതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലും വലുത് വരണം മലയാളത്തിൽ. കാരണം ഇതൊരു പ്രചോദനമാണ്. ഈ ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ മലയാളത്തിൽ ഇതിലും വലിയ സിനിമകൾ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വരണം. നമ്മുടെ ഇൻഡസ്ട്രി, മലയാള ഇൻഡസ്ട്രി ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ മെയിനായിട്ട് നിൽക്കണം. തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ ഇവര് നമ്മുടെ ഇതിന്റെ ക്രൂ വേറെ ഓരോ സംസ്ഥാനത്തൊക്കെ പോയിട്ട് അവിടുത്തെ ആളുകളായിട്ട് അവിടുത്തെ ചാനലുകാർ ഇന്റർവ്യൂ ചെയ്യുന്നു, സംസാരിക്കുന്നു. എല്ലാ റെക്കോർഡുകളും മറികടന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് തന്നെ ഒരു അഭിമാനമാണ്, മലയാളികൾക്ക് അഭിമാനിക്കാൻ ഒരു സിനിമയാണ്. അതെ അതെ. ഇപ്പൊ നമ്മൾ വേറെ വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ ടെക്നിക്കൽ സൈഡ്, ഇപ്പോൾ നമ്മുടെ ഈ ടെക്നോളജി തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അവിടുത്തെ സപ്പോർട്ടുകൾ ഒരുപാട് ഉണ്ടാവും. അങ്ങനത്തെ ടെക്നീഷ്യന്മാരും ടെക്നിക്കൽ സൈഡുകളൊക്കെ എക്സ്ട്രാ ഇതിൽ കുറേ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ വിദേശത്തുള്ള എല്ലാ ടെക്നോളജിയും ഇന്ത്യയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഒരുവിധം എക്യുപ്മെന്റ്സും സാധനങ്ങളെല്ലാം ഇവിടെയും ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ ഒരുപാട് എക്യുപ്മെന്റ്സ് ഇതിലും യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടംപോലെ എക്യുപ്മെന്റ്സ് ഉണ്ട്. എമ്പുരാനിലും യൂസ് ചെയ്തിട്ടുണ്ട്. ലൈറ്റുകളായാലും മറ്റേ ക്രെയിനുകളായാലും അതിന് വേണ്ട ഇപ്പോൾ ബോൾടെക്സ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് മറ്റേ ക്യാമറ മറ്റേ ഇത് വരുന്നുണ്ട്. മറ്റേ ഇതാണ് ഡിജിറ്റൽ ഇതിൽ നമ്മൾ മൂവ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നൊരു ഇതാണ്. അതെല്ലാം ഇതിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റും പരിപാടികൾക്കെല്ലാം ഇതിലെല്ലാം ടെക്നോളജിയും എല്ലാം ഇതിലും എല്ലാം അത്യാവശ്യം മാക്സിമം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ടെക്നിക്കൽ സൈഡ് എല്ലാം ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞായിരുന്നു ഐഫോൺ വരെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഏതൊരു പോർഷനിൽ അതും യൂസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ എല്ലാത്തരം എക്യുപ്മെന്റ്സും ഉണ്ട്. എല്ലാം ഉപ്പോട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാം. ഈ ടെക്നിക്കൽ സൈഡ് ഇപ്പോൾ ഒരു പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ആക്ടിങ് സൈഡും നന്നായിട്ട് അറിയാം, ടെക്നിക്കൽ സൈഡും ഭയങ്കര നോളജാന്ന് പറയുന്നുണ്ട്. പുള്ളി പഠിക്കരുത്. പുള്ളി ഒരു സാധനം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പുള്ളി കാണാത്തൊരിതാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് ചോദിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുള്ളി അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്
എടുത്ത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ്. അത് മനസ്സിലായി. പിന്നെ ഇപ്പോൾ ഒരു എക്യുപ്മെൻറ്റോ കാര്യങ്ങളോ ഇറങ്ങി കഴിഞ്ഞാൽ അത് ആദ്യം പുള്ളി കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ടെക്നോളജിയെ കുറിച്ചും അത് കാരണം പുള്ളിക്ക് അത്യാവശ്യം നോളജ് അത് പലപ്പോഴും പുള്ളി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതില് ശരിക്കും ഒരു ഡയറക്ടർ എന്നുള്ള നിലയിലുള്ള എല്ലാ ക്വാളിറ്റിയും ശരിക്കും അദ്ദേഹത്തിന് ഉണ്ട്. തീർച്ചയായിട്ടും പലരും പറഞ്ഞേക്കാം കറ തീർത്ത ഒരു ഡയറക്ടറെ എല്ലാ ക്വാളിറ്റി ഉള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ എല്ലാത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ, അതായത് പുള്ളിക്ക് ആ സ്ക്രിപ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണയിലാണ് പുള്ളി ഷൂട്ടിങ്ങിന് തന്നെ ഇറങ്ങുന്നത്. പിന്നെ അവിടെ വേറെ കൺഫ്യൂഷൻസ് ഇല്ല, ഒന്നുമില്ല. പുള്ളി എല്ലാം ക്ലാരിറ്റി എല്ലാവർക്കും തരും. വരുന്ന ആൾക്കാർക്കും ഈസിയാണ്. പുള്ളിക്കും അത് ഉള്ള ക്ലാരിറ്റി ഉള്ള കാരണം വർക്ക് ഫാസ്റ്റായിട്ട് പോകും. പിന്നെ കൂടെയുള്ള ടീമും നല്ല എനർജറ്റിക് ആയിട്ടുള്ള ടീം ആയതുകൊണ്ട് നല്ല ഇതിലും. സാറ് ഫസ്റ്റ് യൂസ് ചെയ്ത ക്യാമറ ഏതാ? ഞാൻ ശരിക്കും എൻ്റെ തുടക്കത്തിൽ യൂസ് ചെയ്തത് 5D ആണ്. 5D ആണ്. ഇപ്പൊ ഇതിലെ വന്ന് നിൽക്കുന്നത് ഇപ്പൊ സോണിയുടെ A1 എന്ന് പറഞ്ഞിട്ടുള്ളത്. സോറി, അപ്ഡേഷൻസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. 2 വർഷം കൂടുമ്പോൾ ചേഞ്ച് ചെയ്ത് ലാസ്റ്റ് ഇപ്പൊ എമ്പുരാന് വേണ്ടിയിട്ടാണ് സോണി A1 എടുത്തത്. ഈ ലാലേട്ടൻ്റെ എബ്രഹാം ഖുറേഷി ആ ക്യാരക്ടർ, അതിന്റെ പോസ്റ്ററുകൾ ഇറങ്ങുന്നതെല്ലാം ഒരു ഗ്രേ ഷെയ്ഡ് ഇത് ചെയ്തിട്ടാണ്. അത് ശരിക്കും ഒരു ഡയറക്ടർ ബ്രില്യൻ്റ് ആണ്. അതുപോലെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണോ? അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാനിങ് അല്ല. ആനന്ദ് ഒരു സാധനം ചെയ്ത് പുള്ളിക്ക് കൊടുത്ത് പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. ആ ഒരു പാറ്റേൺ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. അതിന് ഒരു ഭയങ്കര ഒരു ഫ്രീഡം ഉണ്ടല്ലോ എല്ലാവർക്കും. ഫ്രീഡം നമ്മൾ ചെയ്ത് നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി തന്നു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടാൽ അതിലാണെങ്കിൽ സ്വല്പം ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ലോഗോസ് മാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചസ് അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആനന്ദും അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ നമുക്ക് എന്തും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പുള്ളിയുടെ അടുത്ത്. അതാണ് പുള്ളിയുടെ ആവശ്യം. അതായത് നമുക്ക് എന്താണെന്നുള്ളത് പുള്ളിയോട് കറക്റ്റായിട്ട് ഇപ്പം നമുക്ക് പുള്ളി പറയുന്ന ഒരു കാരണത്തിനെ കുറിച്ച് നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് പുള്ളി പറഞ്ഞു തരും. എനിക്ക് ഇങ്ങനെയാണ്, ഇതാണ്, ഇന്ന പോലെയാണ്, അത് ഇന്ന കാരണത്താലാണെന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും. സെറ്റിൽ എന്റർടൈനർ ആരായിരുന്നു? അത് പൃഥ്വിരാജ് തന്നെയാണ്. പുള്ളി ഭയങ്കര ഫ്രീ ആയിട്ടുള്ള മനുഷ്യനാണ്. ഭയങ്കര ഫ്രീ ആയിട്ട് തന്നെയാണ്. നമുക്ക് പുള്ളി ചീത്ത വിളിക്കുന്ന സമയത്ത് ചീത്ത വിളിക്കും, തമാശ പറയേണ്ട സമയത്ത് തമാശ പറയും, എല്ലാത്തിലും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഫ്രീ ടൈമുകളെല്ലാം പുള്ളി എൻജോയ് ചെയ്തിട്ട് എല്ലാവരോടും ഇത് ചെയ്തിട്ട് തന്നെയാണ് സംസാരിച്ചൊക്കെ ദേഷ്യപ്പെടുകയാണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യപ്പെടാറുണ്ടോ? ദേഷ്യപ്പെടൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരുപാട് ചീത്ത വിളിയുമ്പോഴല്ല. പുള്ളി പറയും അത് ഞാൻ പറഞ്ഞതല്ല ഇങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരു ഇതല്ലാതെ കൂടുതൽ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങള് ഒരു പുള്ളി പറയും, ആവശ്യമുള്ള രീതിയിൽ പറയും. ഈ ശരിക്കും ഇപ്പോൾ ലണ്ടനിൽ ആ മെട്രോ വരെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇതില് ഒരു മലയാള സിനിമയാണ് അവിടെ ലണ്ടൻ മെട്രോ ബ്ലോക്ക് ചെയ്തേക്കുന്നത്. അത് നേരിട്ടേണ്ട എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സീക്വൻസ് തന്നെയാണ് വരുന്നത്. അതിൽ നമുക്ക് ട്രെയിനകത്തും സ്റ്റേഷനിലായിട്ട് സീക്വൻസ് ഉണ്ട്. അത് 1-2 കട്ട്സ് ട്രെയിനിലുള്ള വന്നായിരുന്നു. ബാക്കി ഇനി എക്സ്പീരിയൻസ് ബാക്കിയെല്ലാം നീ പോയി കാണാ. കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ചർച്ച ചെയ്ത് പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയായിരുന്നു. പക്ഷെ പടം ഇറങ്ങി നിങ്ങൾ ചോദിക്കാനൊന്നും ഉണ്ടാവില്ല. ശരിക്കും ഇപ്പോൾ പല സീനുകളിലും ഇപ്പോൾ സ്റ്റില്ലിൻ്റെ ഒരാളും കൂടി കൂടെ ഇരിക്കൂ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഒരാളും കൂടി കൂടെ, നിങ്ങളൊരു 3-4 പേര് മാത്രം വരുന്ന ഒരു യാത്രകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേസ് ചെയ്യുമ്പോൾ വണ്ടിയിലിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇതില് അങ്ങനത്തെ ഏതെങ്കിലും അഡ്വഞ്ചർ സ്റ്റേജിൽ കൂടി കടന്നു പോയിട്ടുണ്ടോ? അഡ്വഞ്ചർ സ്റ്റേജുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഒരെണ്ണം പറയാമോ? അല്ല, ചില സമയത്ത് നമ്മൾ തണുപ്പ് നല്ല തണുപ്പത്തൊക്കെ നമ്മൾ ലഡാക്കിലൊക്കെ ഷൂട്ട് ചെയ്ത് നടന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. നല്ല തണുപ്പായിരുന്നു. അവിടെ ലൈറ്റ് പോകുന്ന കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു 3 മണിക്ക് ശേഷം നമുക്ക് ലൈറ്റ് ഉണ്ടാവില്ല, സൺലൈറ്റ് അപ്പോഴേക്കും ഡിമ്മാവും. അപ്പോൾ അവിടെ ഈ പറഞ്ഞ മാതിരി കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു ഷൂട്ടിങ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നു കഴിഞ്ഞാൽ ലഞ്ച് ചിലപ്പോൾ നമ്മൾ പാക്കപ്പ് ആയിട്ടായിരിക്കും ലഞ്ച് കഴിക്കുക. കാരണം 3 മണി കഴിയുമ്പോൾ മറ്റേ പാക്കപ്പ് ആവും. അത് കഴിഞ്ഞ് ലഞ്ച് കഴിച്ച് റൂമിലേക്ക് തിരിച്ചു പോകാന്നുള്ളതാണ്. അവിടെ മൈനസിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെ വലിയൊരു അഡ്വഞ്ചർ ഷൂട്ടിങ് പിന്നെ നമ്മൾ റിസ്ക് വരുമോ. ഇപ്പോൾ ലണ്ടൻ സിറ്റിയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. അവിടെ ലണ്ടൻ സിറ്റി ബ്ലോക്ക് ചെയ്തിട്ട് അത് നമ്മൾ പുള്ളി പെർമിഷൻ എടുത്തു. അത് അവർ ഫുൾ ഹെൽപ്പ് അവരുണ്ടായിരുന്നു, മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാരുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരുടെ സമീപനം എങ്ങനെയാണ്? ലണ്ടനിലെ അവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ നമ്മളോടുള്ള ഒരു മലയാള സിനിമ അവരുടെ നാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ
അവിടെ അങ്ങനെ അവിടെ നമ്മുടെ നാട് പോലെയല്ല. അപ്പം നമ്മളൊരു പെർമിഷൻ എടുത്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവരെ ഫുൾ സപ്പോർട്ടാണ് അതിന്. എല്ലാവരും ഉണ്ടാവും കൂടെ. അതായത് അവരിപ്പോൾ പോലീസുകാരുണ്ടാവും, ബാക്കി അവിടെ നിന്ന് ഫയർഫോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ടെക്നിക്കൽ ക്രൂ അവർ ആൾക്കാരുണ്ടാവും. വേറൊരാൾക്ക് വന്ന് അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസരം അവർ തരത്തില്ല. നമ്മൾ പെർമിഷൻ എടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, നമ്മുടെ ഷൂട്ടിംഗാണ് അവരുടെ മെയിൻ ഇത്. അതുപോലെ ഈ നമ്മളിപ്പോൾ ലാലേട്ടനും പൃഥ്വിരാജ് ഇവരെല്ലാം അവിടെ ഇൻഡസ്ട്രിയിൽ മെയിൻ ടീമുകളാണ് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അങ്ങനെ എൻ്റർ ചെയ്ത് വരാൻ അവർ സാഹചര്യം ഒരുക്കില്ല അവിടെ. ഒരുക്കില്ല. പക്ഷെ അവിടെയും ഈ പറയുന്ന പോലെ മലയാളികളൊക്കെ വന്ന് കൂടാറുണ്ട്. അവരെ വന്ന് നിൽക്കാറുണ്ട്. പക്ഷെ ഇവർ പോലീസുകാരും ആൾക്കാരും നമ്മളെ ഒരു ഇതനുസരിച്ചിട്ട് അവർ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടത്തേക്കാട്ടി കുറച്ചുകൂടി ഈസിയാണ്. വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. നമ്മുടെ നാട്ടിൽ അത്രയും പ്രശ്നങ്ങളില്ല. നമ്മളൊരു പെർമിഷൻ അവിടെ നിന്ന് അവർ ഗവൺമെന്റ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന ഏരിയ മൊത്തം നമുക്ക് ചെയ്യാന്നുള്ളതാണ്. അവിടെ വേറെ ആൾക്കാർ വന്ന് ഡിസ്റ്റർബ് ചെയ്യാനോ പിടിക്കാനോ അധികം നിൽക്കത്തില്ല. പിന്നെ അവിടെ ഉള്ള ആൾക്കാർ നമ്മളും ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. നമ്മുടെ ജോലി അവിടെ ചെയ്യുക, അല്ലാതെ ഉള്ളൊരു അവിടെയുള്ള ആൾക്കാരുടെ നിൽക്കരുത്. നമുക്ക് നമ്മുടെ വർക്ക് ചെയ്തിട്ട് പോരാ. ഇപ്പൊ നമ്മൾ ഇറങ്ങിയ ഒരു സിനിമ ഇപ്പൊ ലൂസിഫറിലെ ഏറ്റവും ബെസ്റ്റ് ഒരു സീക്വൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയാ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്നെ കുഴപ്പിക്കും. എനിക്ക് ഫോട്ടോയിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനം വന്നത് ലാൽ സാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പോലീസുകാരൻ്റെ പുറകിൽ പുള്ളി നിൽക്കുമ്പോൾ കണ്ണുകൾ മാത്രം വെച്ച് ഒരു സ്റ്റില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നുള്ളൂ. അത് ഭയങ്കരമായിട്ടുള്ളൊരു അത് നമ്മൾ ലാൽ സാറിനെ നമ്മൾ ക്യാമറ കൂടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ണുകളിലാണ് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചെറിയ എക്സ്പ്രഷൻസൊക്കെ ഈ കണ്ണിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ ചെറിയൊരു നോട്ടം ഉണ്ടാവുള്ളൂ, ഒരു സെക്കൻഡ് ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അത് ക്ലിക്ക് ചെയ്തെടുക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കര ഇതായിരിക്കും, ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ ആ കണ്ണില് നമ്മൾ ആ ഫോട്ടോ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ജസ്റ്റ് മൈന്യൂട്ട് ആയിട്ട്. ഇപ്പോ എമ്പുരാന്റെ ഇതിൽ പുള്ളിയുടെ ക്യാരക്ടർ പോസ്റ്റ് ഇട്ടുന്ന ഒരു ഫോട്ടോ അങ്ങനെ ഒരു ഫോട്ടോയാണ്. പുള്ളി ഒരു കണ്ണ് ഭയങ്കര ഷാർപ്പ് ലുക്കിൽ നിൽക്കുന്ന ഒരു ഇതായിരുന്നു. ഈ ക്യാരക്ടറിലേക്ക് ഒരു ഒറ്റ അടിക്കാണ് മാറുമല്ലേ? ആ പുള്ളി തമാശക്ക് പറഞ്ഞു വന്ന് ഇപ്പുറത്തേക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആള് മാറി. ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആള് മാറി. ഈ മറ്റേ ചിലര് പറയാറില്ലേ, ഇപ്പൊ സീരിയസ് റോൾ ആണെങ്കിൽ ഫുൾ ആ ദിവസം ഫുള്ള് സീരിയസ് ആയിട്ടിരിക്കും. അങ്ങനെയൊന്നുമില്ല. കോമഡിക്ക് പറഞ്ഞ് വരുന്ന വഴിക്ക് ആൾക്കാരോട് സംസാരിച്ച് ഇത് അവിടെ വന്ന് എന്താ പറഞ്ഞ ഷോട്ട് എന്നൊക്കെ ചോദിച്ച് നേരെ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആള് മാറി. പിന്നെ നേരെ ഇതിലേക്ക് ക്യാരക്ടറിലേക്ക് ആയി. അത് കഴിഞ്ഞ പുള്ളി ഭയങ്കര ഫ്രീ ആയിട്ട് അവിടെ തന്നെ അങ്ങോട്ട് പോകും. എല്ലാവരോടും സംസാരമൊക്കെ ഉണ്ട്. അത് ഭയങ്കര എല്ലാവരും പറയുന്നതൊക്കെ കൂടെ ഉള്ളത്. അത് ഷോട്ട് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ വന്ന് ഓക്കെ ആണെങ്കിൽ അത് മറ്റേ ചിലപ്പോൾ മോണിറ്ററിൽ ഇങ്ങനെ കണ്ട് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഫ്രീ ആയി എല്ലാവരോട് ആ മോനെ എന്തുണ്ടെന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് തന്നെയാണ്. അതൊരു അത്ഭുതം തന്നെയാണ് ശരിക്കും നമുക്ക്. ലാലേട്ടനല്ലേ അത് ശരിക്കും നിങ്ങളെപ്പോലെ ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു ദിവസം പുള്ളി ലൊക്കേഷനിലേക്ക് ഇപ്പോൾ രാവിലെ പുള്ളി വന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കണ്ടും നമുക്ക് ഒരു എനർജിയാ പുള്ളി വന്ന്. അത് പിറ്റേ ദിവസം വരുമ്പോൾ സെയിം തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇന്നലെ കണ്ട ആളല്ലേ വരുന്നുള്ള ഒരു തോന്നല്ലേ നമുക്ക്. വീണ്ടും ഒരു പുതിയ ഒരാൾ ഓരോ ദിവസവും ഒരു എനർജി തന്നെയാണ്. അതും പുള്ളി ആയാലും മമ്മൂക്കയായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ലൊക്കേഷനിൽ വന്ന് ഇറങ്ങി അവർ വരുന്നത് കാണുമ്പോൾ നമ്മളൊന്ന് എപ്പോഴും ഒന്ന് നോക്കും. ഒരു ഓറ ഉണ്ടാവും. അത് ആ ഒരു ഓറ അവർക്ക് രണ്ടുപേർക്കും ഉള്ളതാണ്. ശരിക്കും ഇപ്പൊ ഇതിന്റെ ഒരു ലാസ്റ്റ് ഡേ പാക്കപ്പ് വരുന്നൊരു ഷോട്ട് ഉണ്ടല്ലോ. അപ്പൊ പാക്കപ്പ് പാർട്ടിയുടെ അന്ന് ലാസ്റ്റ് അവസാന ഷോട്ട്, ആ ഷോട്ട് എടുത്തു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മൊമെന്റ് എന്താണ്? പിന്നെ അതൊരാഘോഷം തന്നെയായിരിക്കും. ഇത്രയും നാളത്തെ നിങ്ങളുടെ എല്ലാവരും ഓരോ ചിമ്പോൾ എടുക്കലും ബാക്കും. പിന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എല്ലാവരും നിർത്തി ഒരു ഓളുണ്ടാവും, അതിനൊരു ഓളം തന്നെ ഉണ്ടാവും. എല്ലാവരും അതിൽ ആ ഒരു ആഘോഷത്തിൽ. ഞാനൊക്കെ നമ്മള് ബാക്കപ്പ് ആവുന്നത് പുലർച്ചയ്ക്കാണ്. പുലർച്ചെ എത്ര മണിക്ക്? ഏകദേശം പുലർച്ചെ ഏകദേശം 5:30 ആ സമയത്താണ് നമ്മൾ ബാക്കപ്പ് ആവുന്നത്. ലൊക്കേഷൻ എവിടെയായിരുന്നു? പാലക്കാട് വെച്ചിട്ടായിരുന്നു ബാക്കപ്പ് ഉണ്ടായത്. അവിടെ ഈ സമയത്ത് ഫൈനൽ റാപ്പ് കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. എല്ലാവരും കൂടിയിട്ടുള്ള ആ ഒരു ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് പിരിഞ്ഞു. ഓക്കെ. ഇപ്പൊ ഈ ഫസ്റ്റ് മൂവി ഏതായിരുന്നു ആദ്യം വർക്ക് ചെയ്തത്? ഞാൻ ഒരിടത്തൊരു പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതിലേക്ക് എത്തിയത് എങ്ങനെ? ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫി രംഗത്ത്? ഞാൻ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്ത സിനിമയാണ്. ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു ഒരു 4 വർഷത്തോളം. ജയപ്രകാശ് പൈനൂർ എന്ന് പറഞ്ഞ പുള്ളിയുടെ കൂടെ, JP എന്ന് പറഞ്ഞിട്ട് പുള്ളി കമൽ സാറിന്റെ പടങ്ങളൊക്കെ സ്ഥിരം ചെയ്തിരുന്നതാണ്. പുള്ളിയുടെ കൂടെ പെരുമഴക്കാലം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു 4 വർഷം പുള്ളിയുടെ കൂടെ ആയിരുന്നു. പെരുമഴക്കാലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നത് അന്ന് എൻ്റെ ആദ്യത്തെ സിനിമ എക്സ്പീരിയൻസ് അതാണ്.
എന്നിട്ട് അവിടെ തൊട്ടാണ് അവിടെ നിന്ന് ഒരു 4 വർഷത്തോളം പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു 1 ഇയർ ഗൾഫിൽ പോയി, ദുബായിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ വർക്ക് ചെയ്ത സമയത്തുള്ള എല്ലാവരായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടായിരുന്നു. സുഗീത് ഓർഡിനറി ഡയറക്ടർ, പിന്നെ രാജേഷ് പിള്ള, റാഫിക്ക്, പിന്നെ ഷാജി. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞപ്പോഴും അവർ എന്നോട് പറയും, നീ ഞങ്ങൾ പടം ചെയ്യാൻ പോകുന്നുണ്ട്, നീ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ വന്നോളൂ. അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ലീവിന് വന്നാണ്, അപ്പോഴാണ് ഷാജിയുടെ പടം ഇങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞ് പിന്നെ ഇവിടെ തന്നെ കൂടി, പിന്നെ ഗൾഫിൽ പോയില്ല. പിന്നെ ആദ്യത്തെ പടം അത് അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. രണ്ടാമത് ചെയ്ത പടമാണ് ട്രാഫിക്. പിന്നെ റീച്ച് കിട്ടിയിട്ടുള്ള ഒരു സിനിമ. പിന്നെ അവിടെ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥ വരെ വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ഈ സിനിമകളെല്ലാം ഇതല്ലാതെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് സിനിമാഗ്രാഫി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു സിനിമയിൽ ഇൻഡിപെൻഡന്റ് ആയി സിനിമാഗ്രാഫി ട്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ കുറച്ചാൾ മുമ്പൊക്കെ ട്രൈ ചെയ്ത് ഇങ്ങനെ നോക്കിയായിരുന്നു. പിന്നെ അതങ്ങോട്ട് ഒന്നും സെറ്റ് ആയിട്ടില്ല. അത് സമയമാകുമ്പോൾ നടക്കുന്നുള്ള ഒരു പ്രൊഡ്യൂസർ എല്ലാം ഓക്കെ ആയി ഒരു പടം ചെയ്യണമെങ്കിൽ ആരുടെ കൂടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആരെ വെച്ചിട്ട് ചെയ്യണം മനസ്സിലൊരു ആഗ്രഹം? അങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റത്തില്ല. അതിപ്പോ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു കാണാം, നോക്കാം, പിന്നെ നമുക്ക് ആഗ്രഹങ്ങൾ കൂട്ടാലോ. എന്തായാലും 27th റിലീസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ആഘോഷമൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ ആലോചിക്കാം. എന്തായാലും വളരെ വളരെ സന്തോഷം. എന്താ പറയുക, ഒരു വലിയൊരു പ്രൊജക്റ്റിന് ഇപ്പം നമ്മളെല്ലാവരും ഇത്രയും കാത്തിരുന്നൊരു സിനിമ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തെങ്ങനെ നമ്മൾ ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്തൊരു മൂവി ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവരും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഒരു ഉത്സവ പ്രതിനിധി തന്നെയാണ്, ആരോട് ചോദിച്ചാൽ എമ്പുരാന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇപ്പൊ വേറെ ടെക്നീഷ്യന്മാരോടൊക്കെ സംസാരിക്കുമ്പോഴും ഇപ്പൊ വേറെ ആളുകളോടൊക്കെ എമ്പുരാനിൽ വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു സാധനം കിട്ടില്ലേ? അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊരു സാധനം വരില്ലേ? അത് ഇപ്പം നമ്മുടെ കുറച്ച് പേർക്കൊക്കെ അറിയാം, നമ്മളിങ്ങനെ പറയുന്നത് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ എമ്പുരാൻ വർക്ക് ചെയ്താന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പം നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. ഇപ്പോൾ വേറെ ഭാഷകളിൽ, ഇപ്പോൾ മലയാളത്തിലല്ലാതെ അന്യഭാഷകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? അന്യഭാഷകളിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെ സന്തോഷം. ചാൻസുകൾ 1-2 വന്നായിരുന്നു, പക്ഷെ ആ സമയത്തൊന്നും ഇങ്ങനെ അതിനുള്ള അവസരം കിട്ടിയില്ല. അന്ന് കാർഡിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെന്നൈയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കാർഡ് എടുക്കുന്നുള്ള ഇഷ്യൂ ഒക്കെ പറഞ്ഞ് കുറച്ച് ഇത്. അതിപ്പോൾ ഇവിടുത്തെ ടെക്നീഷ്യന്മാർക്ക് അവിടെ വർക്ക് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അവസരം കിട്ടുകയാണെങ്കിൽ ചെന്നൈ കാർഡ് ഏതൊരു കാർഡിൽ നമുക്ക് ഓൾ ഇന്ത്യ വർക്ക് ചെയ്യാവുന്ന അങ്ങനെ എന്തൊരു ഇപ്പോൾ നമ്മുടെ ഫെഫ്കയുടെ കാർഡ് അങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെയാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. ഏതായാലും അടിപൊളി. ഒരൊറ്റ കാര്യം കൂടി, ചെറുപ്പം മുതലേ ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഇതിലേക്ക് കമ്പം ഉണ്ടായിരുന്നു? ഫോട്ടോഗ്രാഫിയിലേക്ക് കമ്പം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഗൾഫിലൊക്കെ ആയിരുന്നു, വന്ന സമയത്ത് ക്യാമറ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എടുത്തായിരുന്നു. പിന്നെ ലൈഫിന്റെ സ്റ്റൈലൊക്കെ മാറി, പിന്നെ ഞാൻ വേറെ പല പരിപാടിക്കും പോയിട്ട് വേറെ ഏത് രീതിയിലേക്കൊക്കെ പോയേ? വേറെ രീതിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു എന്താ പറയാ, ലൈഫിലെ കുറച്ച് ട്രാജഡികൾ ഉണ്ടായി. ആ സമയത്ത് നമ്മൾ വേറെ പലതിനും പോകേണ്ടി വന്നു. അതിന് ശേഷം പിന്നെ തിരിച്ചു വീണ്ടും ഇതുമായി ബന്ധമില്ലാത്ത ജോലിക്കൊക്കെ പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോഗ്രാഫി പഠിക്കാന്നുള്ള തീരുമാനത്തിൽ തന്നെയായി. അങ്ങനെ ഒരു കോഴ്സ് ചെയ്ത് അതിനുശേഷം പിന്നെ എറണാകുളത്ത് അരുൺസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അത് അന്ന് ഗൾഫിൽ പോകാന്നുള്ളൊരു മൈൻഡായിരുന്നു. അവിടെ പ്രിന്റിങ് പഠിച്ച് ഗൾഫിൽ പോകാന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സിനിമക്കാർ മൊത്തം അവിടെ പ്രിന്റിങ്ങിന് വേണ്ടി വരുന്ന ആൾക്കാരായിരുന്നു. അന്ന് ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ട് നൈറ്റ് എല്ലാവരും അവിടെ പ്രിന്റ് അടിക്കാൻ വേണ്ടി വരും. അങ്ങനെ ഫോട്ടോസ് കണ്ടപ്പോൾ നമുക്ക് കൂടുതൽ ക്രേസായി, സിനിമയിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ളൊരു ചിന്തയായി. അങ്ങനെ അവിടെ വരുന്ന ഫോട്ടോഗ്രാഫർമാരോട് ചോദിച്ച് അങ്ങനെയാണ് ജയിപ്പിച്ചാൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് പോകുന്നത്. ഈ നമ്മളിപ്പോൾ പെരുമഴക്കാലം അല്ലേ ഫസ്റ്റ് വർക്ക്, ആ ടൈമിൽ ഫിലിം ആയിരുന്നു അല്ലെങ്കിൽ ഡിജിറ്റൽ? അന്ന് ഫിലിമായിരുന്നു. ശരിക്കും ഡിജിറ്റൽ ഇറങ്ങി വന്ന് ഇങ്ങനെ ഉള്ള സമയമാണ്. പക്ഷെ ഡിജിറ്റൽ ആരും പരീക്ഷ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, മറ്റേ അതിലേക്ക് എത്തിയിരുന്നില്ല പലർക്കും. അതൊരു അന്ന് ഡിജിറ്റൽ ഞങ്ങൾ പുള്ളി ക്യാമറ എടുത്തായിരുന്നു. ഡിജിറ്റൽ അന്ന് നിക്കോണിൻ്റെ D100 എന്ന് പറഞ്ഞൊരു ക്യാമറ ആയിരുന്നു, അത് പുള്ളി എടുത്തായിരുന്നു. പക്ഷെ എന്നാലും ഫിലിമിലായിരിക്കും ഷൂട്ട് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ അത് എത്രത്തോളം വരുന്നുള്ളൊരു പേടിയും കൺഫ്യൂഷനൊക്കെ അന്നുണ്ടായിരുന്നു. പിന്നെ 2-3 സിനിമകൾക്ക് ശേഷം പിന്നെ ഫുൾ ഡിജിറ്റലിലേക്ക് മാറി. ഓക്കെ. ഇപ്പം ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഇപ്പം എമ്പുരാനിൽ ഒരുപാട് വിദേശത്തുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, പല പോർഷൻസ് ആയിട്ട്. അവരുടെ തിയേറ്ററിൽ കിട്ടുന്നൊരു ഇമ്പാക്റ്റ് എന്തായിരിക്കും?
അവരെ അത് 27-ാം തീയതി പോയി കാണണം. ഇതിന് 3-4 പ്രാവശ്യം പറയുന്നത്. അല്ല അതാണ് സംഭവം. നമുക്ക് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവും, പല ആർട്ടിസ്റ്റിൻ്റെയും കണ്ടിട്ടുള്ളതാണ്. അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അവദോശാൻ പോലും നമ്മുടെ കയ്യിൽ നിന്ന് വീണു പോകണ്ടൊന്നും. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ ഇത്രയും വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഒറ്റ കാര്യം കൂടി, ഇപ്പം നേരത്തെ ഇപ്പോൾ ലൈഫിൽ നമുക്കൊരു ട്രാജഡി കാര്യങ്ങളൊക്കെ വന്നു, നമ്മൾ വേറെ ഇതുമായി ബന്ധമില്ലാത്തൊരു ജോലിക്കൊക്കെ പോകേണ്ട അവസ്ഥ ഉണ്ടായി. ശരിക്കും സത്യമാണല്ലേ, ഈ സമയവും കഴിഞ്ഞു പോകുമെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ പലരും ആവശ്യമില്ലാതെ ഓരോ തെറ്റായിട്ടുള്ള ഓരോ കാരണങ്ങൾ ആലോചിച്ച് വിട്ട് ഓരോ അബദ്ധത്തിലേക്ക് എടുത്ത് ചാടും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഒന്ന് പിടിച്ചു തന്നാൽ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കരകയറി പോകാം. നമ്മൾ എന്താന്ന് പറയുക, നമുക്ക് പരിശ്രമം വേണം, പിന്നെ അതിന് സമയം എടുക്കും. ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണം. എന്തായാലും നമ്മൾ ഇതിപ്പോ കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചപ്പോ നടന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡെസ്പായിട്ട് നമ്മൾ പിന്നെ അത് പരിശ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. അതെ, തീർച്ചയായിട്ടും അതിന് നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ അന്ന് അങ്ങനെ വേറൊരു ജോലിക്ക് പോയ ഒരാളാണ് ഇപ്പൊ മലയാള ഇൻഡസ്ട്രിയിൽ, ഇന്ത്യൻ ഇൻഡസ്ട്രി വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയിലെ മെയിൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗ്യം കിട്ടി. എന്തായാലും പണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ പറഞ്ഞ കോൺഫിഡൻസ് ഒക്കെ നമുക്ക് പൃഥ്വിരാജിന്റെ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മളെ അപ്പ് ചെയ്ത് കൊണ്ടുവരും അല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി പണ്ട് പറഞ്ഞുള്ള പല കാര്യങ്ങളും ആരും വിലക്കെടുത്തായിരുന്നില്ല. അങ്ങനെ പുള്ളിനെ ട്രോൾ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ കാര്യത്തിലേക്ക് സത്യമായിട്ട്. അതെ അതെ അതെ. ഈ പൃഥ്വിരാജും ലാലേട്ടനും നമ്മളൊരു ബോണ്ടിങ് എങ്ങനെയാണ്? അവര് തമ്മിൽ രണ്ടുപേരും ലൊക്കേഷനിലെത്തി കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് സാറേന്ന് തന്നെ വിളിക്കത്തുള്ളൂ. അത് ഒരു ഇതാണ്. ഇപ്പൊ ലാൽ സാറ് രാജുവിനെ മറ്റേ സാറേന്നാണ് വിളിക്കുക, തിരിച്ചും അങ്ങനെ അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി. പിന്നെ പുറത്തേക്ക് ഇറങ്ങി അവർ ഫ്രീ ആണ്, അവർ അതനുസരിച്ച്. പക്ഷെ അവരോൺ ഡ്യൂട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും എന്തായാലും വളരെ പ്രൊഫഷണൽസ് തന്നെയാണ്. എന്തായാലും അടിപൊളി. അപ്പൊ എന്തായാലും ഇത്രയും വലിയൊരു പടത്തിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഇനി ഇതേപോലെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഒരു സിനിമോട്ടോഗ്രാഫർ ആണെന്ന്. അതും ആവട്ടെ, അതായിരിക്കും, ഉറപ്പാണ്. ഇത്രയും നാളത്തെ യാത്ര വെച്ച് നോക്കുമ്പോൾ ആയിരിക്കും. എന്തായാലും നമ്മുടെ ഈ ഷോയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഞങ്ങൾ എല്ലാവരും 27-ാം തീയതി സിനിമ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ സാറും അതുപോലെ വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും ഒരുപാട് ആശംസകൾ ഒരിക്കൽ കൂടി സിനിമയ്ക്കും സാറിനും സാറിൻ്റെ ഫ്യൂച്ചറിനും എല്ലാത്തിനും ഒരുപാട് ആശംസകൾ ഞങ്ങളുടെ ഭാഗത്ത് തരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.